Hi dears, welcome back to Arcanix. മക്കളെ ഈ ഒരു സീരീസിൽ നമ്മൾ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നീറ്റ് 2026 ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ ഡൈസയനോജൻ ആർ. അല്ല ഈ ഡൈസയനോജൻ എന്ന് പറഞ്ഞാൽ CN twice ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്യൂഡോ ഹാലോജൻ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ F സിംഗിൾ ബോണ്ട് F ആണ് ഫ്ലൂറിൻ, അല്ലെ? ഫ്ലൂറിൻ മോളിക്യൂൾ F സിംഗിൾ ബോണ്ട് F. അതുപോലെ സയനോജൻ, ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ക്ലോറിൻ സിംഗിൾ ബോണ്ട് ക്ലോറിൻ. സയനോജൻ എന്ന് പറഞ്ഞാല് CN സിംഗിൾ ബോണ്ട് CN, ഇതാണ് സയനോജൻ. അപ്പൊ CN-ന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്യൂഡോ ഹാലോജൻ. അപ്പൊ ഹാലോജന് സമാനമായി രണ്ട് CN ചേർന്ന് നിൽക്കുന്നതാണ് സയനോജൻ. CN twice, ഡൈസയനോജൻ, ഡൈഹാലോജൻ എന്ന് പറയും പോലെ. ഇവിടെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എണ്ണിയാൽ ഓൾ സിംഗിൾ ബോണ്ട്സ് ആർ സിഗ്മ ബോണ്ട്സ്. ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മ ഒന്ന് പൈ, ട്രിപ്പിൾ ആണെങ്കിൽ ഒരെണ്ണം സിഗ്മയും രണ്ടെണ്ണം പൈയും. സോ 1 സിഗ്മ ബോണ്ട് ആൻഡ് 2 പൈ ബോണ്ട്സ്. സോ ടോട്ടൽ 1, 2, 3 സിഗ്മ ബോണ്ടും 4 പൈ ബോണ്ടും. 3 സിഗ്മ ബോണ്ടും 4 പൈ ബോണ്ടുമാണ് ഡൈസയനോജനിലുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ബോണ്ടിങ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്? അതെങ്ങനെ നോക്കാം? ഇപ്പൊ CH4 അത് സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ കോൺഫിഗറേഷൻ. അപ്പൊ ജസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ വാലൻസ് കോൺഫിഗറേഷൻ ഞാനൊന്ന് വരച്ചാല്, ഗ്രൗണ്ട് സ്റ്റേറ്റില് 2s 2 ഇലക്ട്രോൺ ഉണ്ട്, 2s2. 2p 3 ഓർബിറ്റലില് 2 ഇലക്ട്രോൺസ് ആണുള്ളത്, 2s2 2p2. ഇതാണ് 2s2 2p2. ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. നിങ്ങൾക്കറിയാം ഹാഫ് ഫിൽഡ് ഓർബിറ്റലുകളാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടുക. എന്നാൽ CH4 ഉണ്ടായത് കാർബൺ ചുറ്റും 4 ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം CH4 ഫോം ചെയ്തത് ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. 2s ഇലക്ട്രോൺ 2p എക്സൈറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. എന്നിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ടാണ് CH4 ഉണ്ടായത്. ഹൈബ്രിഡൈസേഷൻ ഒക്കെ വിട്ടേക്ക്, എക്സൈറ്റ് ചെയ്തിട്ടാണ് ബോണ്ട് ചെയ്തത്. എങ്ങനെ മനസ്സിലായി? കാർബൺ ചുറ്റും 4 ബോണ്ട് ഉണ്ട്. CH4 4 ബോണ്ട് ഉണ്ടാവണമെങ്കിൽ കാർബണിൽ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ വേണം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 2 ഹാഫ് ഫിൽഡേ ഉള്ളൂ. സോ CH4 ഫോർമേഷൻ നടന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. എക്സൈറ്റ് ചെയ്താൽ 4 ഹാഫ് ഫിൽഡ് ക്രിയേറ്റ് ആവും. എന്നാൽ BF3 പോവാം. ഇതേപോലെ BF3 ആരാ? സെൻട്രൽ ആറ്റം ബോറോൺ, അറ്റോമിക് നമ്പർ 5, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ്. അപ്പൊ വാലൻസ് കോൺഫിഗറേഷൻ വരച്ചാല്, ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ വരച്ചാൽ 2s 1 2s2 2p1. ദിസ് ഇസ് ദ കോൺഫിഗറേഷൻ. നിലവിൽ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഉണ്ട്? ഒരെണ്ണം. പക്ഷെ BF3 ഉണ്ടാവണമെങ്കിൽ ഒരു ഹാഫ് ഫിൽഡ് പോലെ 3 ഹാഫ് ഫിൽഡ് വേണം, നല്ല 3 ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ അർത്ഥം എക്സൈറ്റ് ചെയ്തിട്ടാണ് ബോണ്ട് ചെയ്തത്. Boron forms BF3 in its excited state, not in ground state. Carbon forms CH4 in its excited state, not in ground state. Next ICl3 നോക്കൂ. ICl3 എന്ന് പറയുമ്പോൾ അയഡിൻ ആണ് സെൻട്രൽ ആയിട്ട്. അയഡിന്റെ വാലൻസ് കോൺഫിഗറേഷൻ NS2 NP5 ആയിരിക്കും. ഫ്ലൂറിൻ 2s2 2p5, ക്ലോറിൻ 3s2 3p5. അപ്പൊ അയഡിൻ വരുമ്പോൾ 4s2 4p5. കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ആണ് എഴുതുന്നില്ല, ഔട്ടർ കോൺഫിഗറേഷൻ മാത്രം 4s2 4p5. അപ്പോ ഫ്ലൂറിൻ ആകുമ്പോൾ 2s2 2p5, ക്ലോറിൻ 3s2 3p5. ബ്രോമിൻ ആണ് 4s2 4p5. അയഡിൻ വരുമ്പോൾ 5s2 5p5 വരും. ഓക്കെ, 5s2 5p5. എന്തായാലും 5s 2 ഇലക്ട്രോൺ. P 5s 5p, ഇതാണ് 5p5. And we have 5d orbitals also which are vacant. The vacant orbital. That's the configuration.
മക്കളെ ഇതിൽ പ്രകാരം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ഹാഫ് ഫീൽഡേ ഉള്ളൂ. അപ്പൊ എന്നാൽ ICl3 ഉണ്ടാവണമെങ്കിൽ അയഡിന് ചുറ്റും 3 ബോണ്ട് വേണം. അപ്പൊ ഒരു 5p നിന്ന് ഇലക്ട്രോൺ 5d എക്സൈറ്റ് ചെയ്യണം. ഒരൊറ്റ ഈ ഒരു അൺപെയർഡ് ഒരു പെയർ ചെയ്ത ഇലക്ട്രോൺ ഒന്ന് അൺപെയർ ചെയ്താൽ, അല്ലെങ്കിൽ 5p നിന്ന് ഒരു ഇലക്ട്രോൺ 5d എക്സൈറ്റ് ചെയ്താൽ 1, 2, 3 ഹാഫ് ഫീൽഡ് അവൈലബിൾ ആവും. ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസ് ഫോം കോവാലന്റ് ബോണ്ട്സ്. സോ iodine forms ICl3 in its excited state, not in ground state. അപ്പൊ ആൻസർ എന്തായാലും PCl3 ആണ്. എന്നാലും PCl3 നമുക്ക് നോക്കാം. PCl3യുടെ ഫോർമേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് എന്ന് പറയാൻ കാരണമുണ്ട്. ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15, കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5 3s2 3p3 ബാലൻസ് കോൺഫിഗറേഷൻ. അപ്പൊ 3s 2, 3p 3. ഇപ്പുറത്ത് 3d ഓർബിറ്റലൊക്കെ ഉണ്ട്, വാക്കന്റ് ആണ്. പക്ഷേ PCl3 ഫോം ചെയ്യാൻ ഫോസ്ഫറസിന് ചുറ്റും 3 ബോണ്ട് ഉണ്ടായാൽ മതി. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തന്നെ 3 ഹാഫ് ഫീൽഡ് ഓർബിറ്റൽ അവൈലബിൾ ആണ്. എക്സൈറ്റ് ചെയ്താൽ 5 ബോണ്ട് ഉണ്ടാക്കാം. ഫോസ്ഫറസ് ഫോംസ് PCl5 in its excited state, but phosphorus forms PCl3 in its ground state, because ground state തന്നെ 3 ഹാഫ് ഫീൽഡ് ഓർബിറ്റൽ അവൈലബിൾ ആണ്. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ബോണ്ടിങ് നടന്നത് PCl3ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is true statement? All the carbon in CH2 double bond C, C triple bond C, C double bond CH2 are sp2 hybridization. അത് തെറ്റാണ്. കാരണം ട്രിപ്പിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. അപ്പൊ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കഴിഞ്ഞല്ലോ. In C2H2 CN twice there are 6 sigma bonds. അതായത് C2H2 CN twice അങ്ങനെ വരയ്ക്കാം. ഈ CN പകരം H കൊടുത്തു നോക്കും. അപ്പൊ C2H4 ആവും. C2H4 എന്ന ഈത്തീൻ ആണ്. മക്കളെ ഈത്തീൻ ആണ്. ഈത്തീനിലെ 2 H മാറ്റിയിട്ട് പകരം അവിടെ CN കൊടുക്കാം. അതാണ് C2H2 CN twice. അതുപോലെ ഇപ്പുറത്ത് ഒരു H മാറ്റിയിട്ട് CN കൊടുക്കും. ഓക്കെ, സെയിം കാർബണിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലെ ബോണ്ടിന്റെ എണ്ണം നോക്ക്, സിഗ്മ ബോണ്ടിന്റെ എണ്ണം നോക്ക് നിങ്ങൾ. ട്രിപ്പിൾ 1 സിഗ്മ 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 സിഗ്മ, ഡബിൾ 1 സിഗ്മ സിഗ്മ സിഗ്മ, ട്രിപ്പിൾ 1 സിഗ്മ, ബാക്കി 2 പയ്യാണ്. അപ്പൊ എത്ര സിഗ്മയായി? 1 2 3 4 5 6 7 സിഗ്മ ബോൺസ് ഉണ്ട്. 6 സിഗ്മ ബോൺസ് ആണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. ഇൻ C2H6 all carbon atoms are sp2 hybridized. that is C2H6 എന്ന ഈഥൈൻ ആണ് മക്കളെ. ഈഥൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണ്. സിംഗിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 അല്ല, പിന്നെ ഏതാണ്? sp3 ആണ്. സിംഗിൾ ബോണ്ടഡ് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. സോ ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഡി ആണ്. ഇൻ C3O2 all carbon are in sp hybridization. C3O2 സ്ട്രക്ചർ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ NCERT കൊടുത്തിട്ടുണ്ട്. C3O2 കാർബൺ സബോക്സൈഡ്. എന്താ C3O2 സ്ട്രക്ചർ? ഇതാണ് C3O2 ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ 2 ഭാഗത്തേക്കും ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആണ്. സോ ഓൾ കാർബൺ ആറ്റംസ് ആർ sp hybridized. കാരണം ഓരോ കാർബൺ ഇട്ട് 2 സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും ഉള്ളത്. അപ്പൊ 2 സിഗ്മ ബോണ്ടേ ഉള്ളൂ. അപ്പൊ സ്റ്റെറിക് നമ്പർ 2 ആണ്. ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഓൾ കാർബൺ ആറ്റംസ് ആർ sp hybridized. In which of the following nitrogen is in the sp2 hybridization state? CS3 thrice N. അതാ CS3 thrice N എന്നാൽ നമ്മൾ NH3 അറിയില്ലടാ. NH3യിലെ H പകരം 3 CS3 കൊടുത്തേ. ട്രൈമീഥൈൽ അമോണിയ. അപ്പൊ ഇവിടെ നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിലുണ്ട്, 2 എണ്ണായി, 3 എണ്ണായി, 2 എണ്ണം ബാക്കി. ദർ ഈസ് എ ലോൺ പെയർ. അപ്പൊ ഏതാ നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ? നൈട്രജന് ചുറ്റും 3 സിഗ്മ ബോണ്ടും ഒരു റെസൊണൻസിൽ പങ്കെടുക്കാത്ത ലോൺ പെയറുമാണ്. 3 സിഗ്മ ബോണ്ടും ഒരു ലോൺ പെയറും. ഹൈബ്രിഡൈസേഷൻ 3+1 4. സ്റ്റെറിക് നമ്പർ 4. ഹൈബ്രിഡൈസേഷൻ sp3. അപ്പൊ അമോണിയ പോലെ ട്രൈമീഥൈൽ അമോണിയയിലും നൈട്രജന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. നെക്സ്റ്റ് CS3CONH2.
അവിടെ നൈട്രജന്റെ എന്ത് വരും? സി ഡബിൾ ബോണ്ട് ഓ NH2. ഇവിടെ ഈ നൈട്രജന്റെ മുകളിൽ 1, 2, 3 സിഗ്മ ബോണ്ട് കാണാം. നൈട്രജന്റെ 3 ഇലക്ട്രോൺ അവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, 2 ബാക്കി. ദർ ഈസ് എ ലോൺ പെയർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദാറ്റ് ലോൺ പെയർ is involved in resonance with carbonyl group. That lone pair is involved in resonance with carbonyl group. അപ്പോൾ ഈ നൈട്രജന്റെ സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 3 സിഗ്മ ബോണ്ടും ലോൺ പെയർ ഡീലോക്കലൈസ്ഡ് ആണ്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ റെസൊണൻസ്. അപ്പൊ അത് ഹൈബ്രിഡ് സ്റ്റേറ്റിൽ കൂട്ടാൻ പാടില്ല. അപ്പൊ സ്റ്റെറിക് നമ്പർ 3 ആണ്. ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. So the lone pair which is involved in resonance is present in p orbital, and lone pair which is not involved in resonance is present in hybrid orbital. So to get hybridization or to get steric number, the formula number of sigma bonds plus number of localized lone pair. Localized lone pair means the lone pair which is not involved in resonance. So here this lone pair is involved in resonance. So it's steric number 3 and hybridization is not sp3, it is sp2. So the answer is option B. Okay. In which of the following molecules are all the bonds not equal? NF3. The NF3 യുടെ shape എന്താ? NF3 like NH3. The pyramidal. All the NF bonds are equal. ഇതിലെല്ലാ NF ബോണ്ടുകളും ഈക്വൽ ആണ്. That comes from tetrahedral geometry. എന്നാൽ ClF3 എന്ന് പറയുമ്പോൾ ക്ലോറിന് ചുറ്റും 3 ഫ്ലൂറിൻ ബോണ്ട് ചെയ്തു. ക്ലോറിനിൽ നിങ്ങൾക്കറിയാം, ക്ലോറിനിൽ 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഫ്ലൂറിൻ ബോണ്ട് ചെയ്താലും ബാക്കി 4 ഉണ്ട്. സോ ദർ ആർ 2 ലോൺ പെയർസ്. ഇതാണ് ClF3. ClF3യുടെ ഷേപ്പ് ടി ഷേപ്പ് ആണ്. മക്കളെ, ഈ ടി ഷേപ്പ് എന്ന് പറയുന്നത് that comes from trigonal bipyramidal geometry. ഈ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയില് ഈ 2 ബോണ്ടിന് പകരം ലോൺ പെയർ വന്നാലല്ലേ ടി ഷേപ്പ് കിട്ടുക. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയില് ഈ 2 ലോൺ പെയർ ബോണ്ട് പെയറിന് പകരം ലോൺ പെയർ വന്നാലല്ലേ ടി ഷേപ്പ് കിട്ടുക. ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ഇത് 2 ആക്സിയൽ ബോണ്ട്സ് ആണ്. ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ClF3യിലും കാണാം ഇത് 2 ആക്സിയൽ ബോണ്ടാണ്. എന്നാൽ ഇത് ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ബോണ്ടാണ്. So axial bonds are longer than equatorial bond. So here all chlorine fluorine bonds are not equal. T shape comes from trigonal bipyramidal geometry. Okay? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ബോണ്ട് ലെങ്തിലുള്ള ആ ഒരു വിഷയം ClF3 ഉണ്ട്. PCl5 പോലെ PCl5 ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. ClF3 അങ്ങനെയാ. SF4 അങ്ങനെ. SF4 CSO ആണ്. SF4 ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്സ്. So SF4 എല്ലാ SF ബോണ്ട്സും ഈക്വൽ അല്ല. ClF3 എല്ലാ ClF ബോണ്ട്സും ഈക്വൽ അല്ല. PCl5 എല്ലാ PCl ബോണ്ട്സും ഈക്വൽ അല്ല. ഓക്കെ. അപ്പോ ClF3യുടെ T shape that is derived from trigonal bipyramidal geometry. So all the bonds are not equal. So the answer is option B. Okay. Yes. അപ്പോൾ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലെ കുറച്ച് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു all.